രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ആദ്യ 2 മത്സരങ്ങളിലും ഇങ്ങനെ പുറത്താവുന്നത് സിംഗിൾ ഡിജിറ്റിലും റൺ എടുക്കാതെയും പുറത്താകുന്നത് വളരെ അപൂർവമായൊരു കാഴ്ചയാണ്, പ്രത്യേകിച്ചും IPL. അപ്പം രാഹുൽ അടുത്ത മത്സരത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു സമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അദ്ദേഹം തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം രാഹുൽ ഒരു ക്ലച്ച് പ്ലെയറാണ്. അദ്ദേഹത്തിന് അറിയാം എങ്ങനെ. ഫസ്റ്റ് മത്സരത്തിൽ ഷമിയുടെ പന്ത് പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഈ വർഷം അദ്ദേഹം കുറച്ചുകൂടി അറ്റാക്ക് ചെയ്ത് കളിക്കണം എന്നുള്ള ഒരു ആവേശത്തിലാണ് അദ്ദേഹം വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഫസ്റ്റ് മത്സരത്തിൽ അദ്ദേഹം പുറത്തായത് ഫസ്റ്റ് പന്ത് തന്നെ അതൊരു സിക്സ് അടിക്കാം എന്ന രീതിയിൽ ഷോട്ട് പായിച്ചപ്പോഴാണ് അദ്ദേഹം പുറത്തായത്. അപ്പം അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് മാറിയിട്ടുണ്ട്. ആ അപ്രോച്ച് തന്നെ അടുത്ത മത്സരത്തിലും അദ്ദേഹം കാഴ്ചവെക്കുമോ, അല്ലെങ്കിൽ കുറച്ചുകൂടി പഴയ രാഹുലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. റണ്ണുകൾ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് പന്ത് ആദ്യം തന്നെ ഡിഫെൻഡ് ചെയ്ത് സെറ്റിൽഡായി റൺസ് എടുക്കുന്ന ഒരു രാഹുലിനെയാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. ഈ പ്രാവശ്യം കളിക്കാം, കാരണം അത്രയും നല്ല ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട്. അപ്പോൾ ഫ്രീഡം അദ്ദേഹത്തിന് അത്തരത്തിൽ നല്ല പ്ലേയേഴ്സ് തീർച്ചയായിട്ടും അവർക്ക് പുറകിലുണ്ടോ എന്നുള്ളതാണ്. മാത്രമല്ല മില്ലറും സ്റ്റെപ്സൊക്കെ ഇറങ്ങാൻ ബാക്കിയുണ്ട്. അപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ പോലും നമ്മൾ ഹേമന്ത് ബദാനിയുടെ ഓടി വന്നിട്ടുള്ള ഒരു സംഭവം കണ്ടിരുന്നു. അതായത് റിസ്വിയെ ഇറങ്ങുന്നതിന് മുമ്പ് മില്ലർ ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് ഈ ബദാനി ഓടി വന്ന് അദ്ദേഹത്തെ മാറ്റി റിസ്വിയെ ഇറക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിരുന്നു. അതായത് അപ്പുറത്ത് റിസ്വിക്ക് പോലും ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നത്, അദ്ദേഹത്തിൻ്റെ ഫ്രീഡം ലഭിക്കുന്നത് അപ്പുറം ഇനി മില്ലറും സ്റ്റെപ്സും ഒക്കെ ഇറങ്ങാനുണ്ട് എന്നുള്ളൊരു ഫ്രീഡം അവിടെ കിട്ടുന്നുണ്ട്. രാഹുൽ ആ ഒരു ഫ്രീഡം തീർച്ചയായും അടുത്ത മത്സരത്തിലും ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇത്രയും തെളിയിച്ചൊരു മനുഷ്യനാണ്. ഇനിയും IPL ഞാനൊരു ജയാൻഡാന്ന് തെളിയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഈ കരിയറിൽ ഒരു രാഹുൽ 2.0 എന്ന രീതിയിലേക്കുള്ള ഒരു അറ്റാക്കിംഗ് ബാറ്റ്സ്മാൻ മൂഡിലേക്ക് അദ്ദേഹം വളരാനുള്ള എല്ലാ സാധ്യതയും ഈ സീരീസിൽ ഇന്ത്യൻ ടീം കൂടി ലക്ഷ്യമിടുന്നുണ്ട്. അദ്ദേഹം ഏതാണ്ട് അപ്രസക്തനായിട്ടുള്ള അവസ്ഥയിലാണ് ഇന്ത്യൻ T20 ടീമിൽ.